സംസ്ഥാനത്ത് ഇന്നു മുതൽ റംദാൻ വ്രതാരംഭം. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെയും സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും പുണ്യദിനങ്ങളാണ്. ഇന്നലെ സുബഹ് ബാങ്കിന് മുൻപായി അത്താഴം കഴിച്ച ഇസ്ലാം മതവിശ്വാസികൾ പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു. കൂടാതെ സമൂഹത്തിന്റെ നന്മയ്ക്കായി നോമ്പുകാലം പ്രയോജനപ്പെടുത്താൻ വിവിധ ഖാസിമാർ ആഹ്വാനം നൽകി. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളില്ലാതെ പ്രാർത്ഥനയിലാണ് വിശ്വാസികൾ വ്രതം നോക്കുക. മനസ്സും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിന്റെ വ്രതമാണ് റംദാൻ മാസത്തിൽ ഓരോ വിശ്വാസിയും അനുഷ്ഠിക്കുന്നത്. അതേസമയം സക്കാത്ത് എന്ന പേരിൽ കൂടുതൽ ദാനധർമ്മങ്ങളും റംദാനിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുത്ത സ്നേഹവും സഹാനുഭൂതിയും മതസൗഹാർദ്ദവും പങ്കുവെക്കുന്നതും റംദാന്റെ പ്രത്യേകത കൂടിയാണ്. സത്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. റംസാൻ ആഗതമായാൽ ആത്മലോകത്ത് ചില പ്രതിഭാസങ്ങൾ അരങ്ങേറുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യും. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് ആ അവസരം പാഴാക്കാതിരിക്കുവാനും തിന്മ ചെയ്യുന്നവരോട് നിയന്ത്രണം പാലിക്കുവാനും വാനലോകത്തൊരു മാലാഖ ആഹ്വാനം ചെയ്യുമത്രേ. അതുകൊണ്ട് ആത്മനിയന്ത്രണമാണ് നോമ്പിന്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയാം. അധർമ്മങ്ങൾക്കെതിരെയുള്ള പരിചയമാണ് നോമ്പ്. നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ കണ്ണും കാതും നാക്കും മുഴുവൻ അവയവങ്ങളും നോമ്പുകാരാണ്. തിന്മകൾ കേൾക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും തിന്മകളിലേക്ക് നടക്കുന്നതിൽ നിന്നും നോമ്പുകാരൻ സുരക്ഷിതനാണ്. അവൻ ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ താൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആത്മസംയമനം പാലിക്കട്ടെ എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചത്. ശാരീരികവും മാനസികവുമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ നോമ്പ് പൂർണ്ണമാകൂ. അതിന് തയ്യാറാകാത്തവർ കേവലം പട്ടിണി കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ നോമ്പുകാലവും ആത്മനിയന്ത്രണത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം പകരുന്നതാകട്ടെ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.